വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവ് തന്റെ ജനത്തിന് ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്കും സമാധാനമരുള. ഹല്ലേലൂയ. ഇന്ന് തിരുസഭ രണ്ട് രക്തസാക്ഷികളുടെ ഗർഭാസിയസും പ്രത്താസിയസിന്റെയും രക്തസാക്ഷി തിരുനാൾ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ഈ പ്രത്താസിയസ് എന്ന് പറയുന്ന വിശുദ്ധൻ റോമിലെ മിലാനിലെ ബിഷപ്പായിരുന്നു എന്ന്. അപ്പം ആ സമയത്ത് ആര്യൻ പാഷണ്ഡത എന്നുള്ള ഒരു ഫിലോസഫി, തത്വശാസ്ത്രം ഉണ്ടാവുകയും വിശ്വാസികളൊക്കെ വളരെ സംശയിച്ചു. ആര്യൻ പാഷണ്ഡത എന്ന് പറയുന്നത് ഈശോ മനുഷ്യനാണ്, ദൈവ സ്വഭാവമില്ല എന്ന് വാദിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ്. ഈശോ വെറും മനുഷ്യനാണ് എന്ന് പറയുന്നവരാണ് ആര്യൻ പാഷണ്ഡതക്കാർക്ക്. പാഷണ്ഡത എന്ന് പറയുന്നത് ഈശോയുടെ ദൈവ സ്വഭാവത്തെ നിഷേധിക്കുന്നവർ. അപ്പം അതിനെതിരെ ശക്തമായിട്ട് പ്രസംഗിക്കുകയും വാദിക്കുകയും ദൈവശാസ്ത്രപരമായിട്ടുള്ള അടിസ്ഥാനങ്ങളെല്ലാം വിശ്വാസികൾ കൊടുത്ത ഒരു വലിയ മെത്രാനാണ് പ്രത്താസിയസ്. അദ്ദേഹം രക്തസാക്ഷിയായിട്ടാണ് ലോകത്തിൽ നിന്ന് വിട വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസികൾക്ക് ശക്തമായ നേതൃത്വവും അതോടൊപ്പം തന്നെ വ്യക്തമായ നയങ്ങളുമൊക്കെ എല്ലാം ഈ മെത്രാനച്ചൻ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം പ്രത്യേകമായ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ചോദിക്കാം. പിന്നെ നമ്മുടെ സുവിശേഷ ഭാഗം ലൂക്ക 21:5 മുതൽ ലോകാവസാനത്തെ പറ്റി ഈശോ പറയുന്ന ഭാഗം. രോഗമുണ്ടാകുമ്പോഴും ഭൂമിയിലെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവം വരുന്നു അവിടെ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് പോകരുത് എന്ന് ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്ന ഭാഗമാണ്. ഇന്നത്തെ ദ്വീപിൽ പ്രത്യേകമായി ലിഗോറി ജോസഫ് നെടിയോടി, ടെൽമ സേവിയർ, മേരി ആൻഡ്രൂ ഇവരുടെ ആത്മശാന്തിക്ക് പ്രത്യേകം നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് ബലിയിൽ സമർപ്പിക്കാം. ഇതുവരെ സമർക്കത്തോടുകൂടി അർപ്പിക്കുവാൻ നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സ് വെച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് വിശ്വാസികളുടെ മാനസങ്ങൾ ഉദ്ദീപിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുക്കർമ്മത്തിൻ്റെ ഫലം കൂടുതൽ തീക്ഷ്ണതയോടെ നിറവേറ്റിക്കൊണ്ട്
അങ്ങേ കാരുണ്യത്തിൻ്റെ ഔഷധങ്ങൾ കൂടുതലായി ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ കണ്ടു, ഇതാ ഒരു വെൺമേഘം, മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെയുള്ളവൻ, അവൻ്റെ ശിരസിൽ സ്വർണ്ണ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു, മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാൾ എടുത്തു കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. അപ്പോൾ മേഘത്തിൽ ഇരിക്കുന്നവൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു. സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു. വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു. അവന് അഗ്നിയുടെ മേൽ അധികാരം ഉണ്ടായിരുന്നു. മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ അരിവാളിറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക, മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു. അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിവിള ശേഖരിച്ച് ദൈവത്തിൻ്റെ ക്രോധമാകുന്ന വലിയ മുന്തിരിച്ചക്കിലിട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ, കർത്താവ് വാഴുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ആർപ്പ് വിളിക്കട്ടെ, വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, മരണം വരെ വിശ്വസ്തരായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് ചില ആളുകൾ ജെറൂസലം ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കുമ്പോൾ അടയാളം എന്താണ്? അവിടുന്ന് പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. അവിടുന്ന് തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. കർത്താവിൻ്റെ
സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. പകർന്നിടാം പീലാസയിൽ, കാഴ്ചയേകാം കാസയിൽ, പകർന്നിടാം പീലാസയിൽ, ഉള്ളവും എന്നുള്ളതും ദേഹിയും എന്തേഹിയും സ്നേഹമോടേകാ സ്നേഹമോടേകാ, കാഴ്ചയേകാം കാസയിൽ, പകർന്നിടാം പീലാസയിൽ, നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായി ലയിക്കട്ടെ. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായി കാൽവരി മലയിൽ തിരുമേനിടവും താതനു യാഗമായി നൽകിടുന്നു. ഇന്നെന്നെ തളർത്തും പാപങ്ങൾ ഭാരങ്ങൾ കാഴ്ചദ്രവ്യങ്ങളായിടുന്നു. അൾത്താരയാണ് എന്നഭയം, ഈ അർപ്പണമാണ് എൻ ശരണം. കൈക്കൊള്ളണേ സ്നേഹയാഗം, പ്രീതനായി തീരണേ ബലിയിൽ. സഹോദരൻ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് അങ്ങേ നാമത്തിന് സമർപ്പിക്കപ്പെട്ട ഈ തിരുമുൽ കാഴ്ചകൾ സ്വീകരിക്കുന്നതിനും അവ വഴി അങ്ങേ സ്നേഹത്തിന് ഞങ്ങൾ അർഹരായി ഭവിക്കുന്നതിനും അങ്ങേ കൽപ്പനകൾ എപ്പോഴും പാലിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ പ്രിയസുതനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൽ
ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യവസിപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും മായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവയുടെ നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവിടുന്ന് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
യേശുവും ഞാനും ഒന്നായി തീരും ആനന്ദ സായോജ്യ നിമിഷം. അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം. അനവധി സുന്ദര നിമിഷം. ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായോജ്യ നിമിഷം. അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം. അനവധി സുന്ദര നിമിഷം. ഞാനാണു ജീവന്റെ അപ്പമെന്നോതേൻ ഈശോ അണയും നിമിഷം. ഞാനാണു ജീവന്റെ അപ്പമെന്നോതേൻ ഈശോ അണയും നിമിഷം. പാപിയാമിൻ കൊച്ചു ഹൃദയത്തിൽ വന്നു വാഴുവാനണയുന്ന നിമിഷം. പാപിയാമിൻ കൊച്ചു ഹൃദയത്തിൽ വന്നു വാഴുവാനണയുന്ന നിമിഷം. വർണ്ണിപ്പാനാവാത്ത നിമിഷം. ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായോജ്യ നിമിഷം. അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം. അനവധി സുന്ദര നിമിഷം. ഹൃദയത്തിൽ വന്നിന്നെ കരുണാർദ്ര സ്നേഹത്താൽ പുൽകിത്തലോടുന്ന നിമിഷം. ഹൃദയത്തിൽ വന്നിന്നെ കരുണാർദ്ര സ്നേഹത്താൽ പുൽകിത്തലോടുന്ന നിമിഷം. അറിയാതെ ചിത്തം സ്തുതിഗീതമാലപി ചില്ലാം മറക്കുന്ന നിമിഷം. അറിയാതെ ചിത്തം സ്തുതിഗീതമാലപി ചില്ലാം മറക്കുന്ന നിമിഷം. ദിവ്യ സ്നേഹത്തിൻ നിമിഷം. ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായോജ്യ നിമിഷം. അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം. അനവധി സുന്ദര നിമിഷം. ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായോജ്യ നിമിഷം. അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം. അനവധി സുന്ദര നിമിഷം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദൈവമായ പങ്കാളിത്തത്താൽ ആനന്ദിക്കുവാൻ അങ്ങ് ഇടയാക്കിയ ഞങ്ങളെ അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപിരിയാൻ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉത്തരേന്ത്യയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കിൽ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മനസ്സനായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.